സർവകലാശാലകളിൽ ഭരണസ്തംഭനം ഉണ്ടായാൽ അതിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് അവിടെ പഠിക്കുന്ന കുട്ടികളാണ്. അവരുടെ കൃത്യമായ കോഴ്സുകൾ, അതിൻ്റെ സെമസ്റ്റർ ഡ്യൂറേഷൻസ്, അതെല്ലാം കൃത്യമായി പരീക്ഷാ നടത്തിപ്പ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായി നടക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഭരണസ്തംഭനം ഉണ്ടായാൽ അതിനെയും അത് ബാധിക്കും. അതുകൊണ്ട് സർവകലാശാലകളുടെ പ്രവർത്തനം സ്തംഭിക്കാതിരിക്കാനാണ്, ഒരു ഭരണസ്തംഭനം ഒഴിവാക്കാനാണ് ഹൈക്കോടതി ഇന്ന് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് എന്ന് വേണം പ്രാഥമികമായി മനസ്സിലാക്കാൻ. ഇപ്പോൾ ഈ താൽക്കാലിക ചുമതല നൽകി, അവിടെയാണ് ഗവർണറുടെ വാദം കോടതി അംഗീകരിച്ചിരിക്കുന്നത്. താൽക്കാലിക ചുമതല നൽകിയത് സിസ തോമസിനുമൊക്കെയാണ്. അപ്പോൾ അത് സ്ഥിരമാക്കി മാറ്റുകയാണ്. അവിടെ ഗവർണർ ഉന്നയിക്കുന്നതും ഇതേ വാദമാണ്. ഭരണസ്തംഭനം ഒഴിവാക്കാനാണ് ഞാൻ ഇതിൽ ഇടപെടുന്നത്, അതുകൊണ്ടാണ് ഞാൻ താൽക്കാലിക ചുമതല നൽകി യോഗ്യതയുള്ളയാളെ നിയമിച്ചത്. വൈസ് ചാൻസലർ ഇല്ലാത്ത സാഹചര്യം അനുവദിക്കാനാകില്ല എന്ന് ഗവർണർ പറയുമ്പോൾ കോടതിക്കും അത് അംഗീകരിച്ചു കൊടുക്കാനേ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ജസ്റ്റിസ് സിയാദ് റഹ്മാൻ ഇന്ന് ഇക്കാര്യത്തിൽ സർക്കാരിന് തിരിച്ചടി എന്ന് നമ്മൾ പറയുന്നത് പോലെ അത്രയും തിരിച്ചടി നേരിടുന്ന ഒരു സാഹചര്യമല്ല ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.